ജന്തർ മന്ദറിൽ പ്രതിഷേധം നടത്തുന്നതിനിടയിൽ അരവിന്ദ് കെജ്രിവാൾ ഒരു പ്രസംഗം നടത്തി. സോനം വാങ്ചുക്കിനെ വിദ്യാഭ്യാസ മന്ത്രിയാക്കണം. സോനം വാങ്ചുക്കിനെ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയാൽ അയാൾ ബി ജെ പിക്കാരനാവത്തില്ലേ? അപ്പം കൊച്ചുപാറ്റയായിട്ടുള്ള അഭിജിത്ത് പറയുന്നു നരേന്ദ്രമോദി റിസൈൻ ചെയ്യണം. ഒന്നുമേ പുരിയില്ല. അരവിന്ദ് കെജ്രിവാൾ പൊട്ടൻ, ആ പൊട്ടൻ കൊണ്ടുവന്നവൻ മുതുപൊട്ടൻ. സോനം വാങ്ചുക്ക് വിദ്യാഭ്യാസ മന്ത്രിയായാൽ അയാൾ ഈ ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ? അപ്പോൾ അവരുടെ നയങ്ങളല്ലേ നടപ്പാക്കാൻ പറ്റത്തുള്ളൂ. ചുമ്മാ അല്ല ഡൽഹിയിൽ നിന്ന് വലിച്ചുകൊണ്ട് പഞ്ചാബിലേക്ക് പോയത്. ഇനിയിപ്പോൾ ആകെ പറ്റുന്ന ഒരു പരിപാടി AAP എന്ന് പറയുന്ന പ്രസ്ഥാനം പൊളിഞ്ഞ് പാളീസായി. അതിനകത്തുള്ളവരെല്ലാം കോക്രോച്ചിൽ വന്നു. അപ്പം AAP കോക്രോച്ച്, ചൂൽപ്പാറ്റ. കെജ്രിവാളിന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലായിരിക്കും, എങ്ങനെയെങ്കിലും ഒന്ന് പ്രധാനമന്ത്രിയാവണം. അതിൻ്റെ ഇടയ്ക്ക് രാഹുൽ ഗാന്ധിയെ പോലെ ഇരിക്കുന്ന ഒരാൾ എവിടേക്കോ കിടന്ന് അയാൾക്ക് പേരുദോഷം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇനി രാഹുൽ ഗാന്ധിയെ പോലെ ഇരിക്കുന്ന ഒരാളെ പോലെ 9 പേരുണ്ട്. അയാൾ ഫാമിലിയായിട്ട് കിടന്ന് കിടങ്ങുക, 6 പിള്ളേരുമായിട്ട്. ഇനി അത് മുന്നിൽ കണ്ടതുകൊണ്ടാണോ ഇനി അടുത്ത പ്രധാനമന്ത്രിയാവാൻ വേണ്ടിയിട്ട് ഈ കെജ്രിവാളിൽ കിടന്ന് കളി കളിക്കുന്നത്? എന്തായാലും ഇന്ന് ജന്തർ മന്ത്രി ചെല്ലുന്നവരൊക്കെ ചന്തി പൊളി. അഭിജിത്താന്നുണ്ടെങ്കിൽ ഹോട്ടലിൽ കിടന്നുറങ്ങി ശീലിച്ചും പോയി. അമേരിക്കയിൽ കിട്ടാവുന്നൊരു ജോലി കിട്ടാൻ വലിയ പ്രയാസമാണ്. അവിടെ ജോലി നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ഒന്നും കിട്ടാതിരുന്നപ്പോഴാണ് ഇങ്ങോട്ട് വരാമെന്ന് വെച്ചത്. ഇവിടെ വന്നപ്പോൾ ജോലിയില്ല, ചൈനക്കാരൻ പറയുന്നൊക്കെ കാശും മേടിച്ചു, ആകെ കുഴയായി. എന്തായാലും 2030-ലും 2035-ലും 2045-ലും അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രിയാവാൻ പോകുന്നില്ല. എങ്കിൽ ഈ പൊട്ടൻ അങ്ങനെ എന്തായിരിക്കും പറഞ്ഞത്? ഈ സോനം വാങ്ചുക്കിന് വിദ്യാഭ്യാസ മന്ത്രിയാക്കണമെന്ന്. അങ്ങനെ ഒരു അയാൾ BJP കാരനാവുന്ന ഈ പൊട്ടൻ അറിയത്തില്ലേ? കിളി പോയാൽ ഇങ്ങനെ അടിച്ച സാധനം മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വായി വരുന്ന വിളിച്ച് പറഞ്ഞാൽ യാതൊരു ലോജിക്കും ഇല്ലത്. മൂത്ത പൊട്ടനും ആ പൊട്ടൻ്റെ അനിയൻ പൊട്ടനും ആ പൊട്ടന്മാരാക്കാൻ പോകുന്നവരെല്ലാം വിളിച്ച് പറയുന്നത് പൊട്ടത്തരങ്ങളാണ്. നീറ്റ് എക്സാമിൻ്റെ ചോദ്യപേപ്പറിന് വേണ്ടി അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ രാജിവെപ്പിക്കാൻ വേണ്ടി തുടങ്ങിയ പ്രസ്ഥാനം അവിടെ ചെന്നിട്ട് അല്ലാഹു അക്ബർ എന്നും വിളിക്കും, പാട്ടുപാടും, ശ്രീരാമനെ തെറി വിളിക്കും, കയ്യടിക്കും. അടിപൊളി പ്രൊട്ടസ്റ്റാണ്. എന്തായാലും ചന്തി പൊളിച്ചിട്ട് വാ, ബാക്കി പിന്നെ കാണാം.